ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു വോയ്സ്. കഥയുടെ തുടക്കം പപ്പൻ എന്നൊരാളെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ അടുത്ത കൂട്ടുകാരനായി വിനോദ് ദുബായിൽ നിന്നും ഫോൺ ചെയ്യുകയാണ്. വിനോദാണ് ഈ കഥയിലെ നായകൻ. വിനോദ് ഗൾഫിലെ നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നല്ല ശമ്പളവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് അവർക്ക് പുതിയൊരു വീട് വെക്കുകയാണ്. വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീട് വെക്കാനാണ് അവൻ്റെ അമ്മ പ്ലാൻ ചെയ്യുന്നത്. ഇതേ നേരം പപ്പന്റെ ഫോൺ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയും ദുബായിലൊക്കെ ഫോണിന് വില കുറവല്ലേ, നീ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫോൺ കൊടുത്തുവിടണമെന്നും ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് അവരുടെ നാട്ടിലെ ഗൗരി എന്നൊരു പെൺകുട്ടി ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം പപ്പൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തുവിടാനായി വിനോദിനോട് പറയുകയും അങ്ങനെ വിനോദ് പപ്പനുള്ള ഫോണുമായി മോളിൽ ഗൗരിയെ കാത്തു നിൽക്കുകയാണ്. ഇതാണ് ഗൗരി, ഈ കഥയിലെ നായിക. വിനോദും ഗൗരിയും മാളിൽ വെച്ച് സംസാരിക്കുകയും നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. പിന്നീട് അവർ തമ്മിൽ വീണ്ടും വീണ്ടും കാണുകയും ഒരുപാട് സംസാരിക്കുകയും അങ്ങനെ പ്രണയത്തിലാവുകയും ചെയ്യുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് വിനോദിന്റെ ജോലി നഷ്ടമാവുന്നത്. അവനെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടത് കൊണ്ട് തന്നെ വിനോദ് അവന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട വിനോദും കുടുംബവും അവന്റെ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ടുപോയിരുന്നു. അവന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് വെക്കുക എന്നത്. ഇപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവന് കുറെ ലോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി നല്ലൊരു ജോബില്ലാതെ എങ്ങനെ തിരിച്ചടക്കുമെന്ന് ഓർത്ത് വിനോദ് ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഗൗരി ഈ കാര്യം അറിഞ്ഞതും അവളാണെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് പോവാം, മാരേജ് ചെയ്ത കപ്പിൾസിന് PR കിട്ടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അവിടെ ചെന്നാൽ നമുക്ക് നല്ല ജോലി കിട്ടും, നല്ല ശമ്പളവും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാനായി തീരുമാനിച്ചു. എന്നാൽ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണമല്ലോ. ഗൗരിയുടെ വീട്ടുകാർ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ഒട്ടും സമ്മതിക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി നാട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് എത്തിയ വിനോദ് പപ്പേട്ടനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും പപ്പേട്ടനാണെങ്കിൽ ഇത് ദുബായിൽ കിടന്ന് അഴിഞ്ഞാടുന്ന പോലെയല്ല, നിങ്ങളുടെ ഫാമിലി തമ്മിൽ ചേരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ വിനോദിന്റെ നിർബന്ധപ്രകാരം അതിന് കൂട്ടു നിൽക്കുകയും ചെയ്തു. വിനോദ് ശേഷം അവന്റെ വീട്ടുകാരോട് ഈ കാര്യം പറയുകയും അവരും ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നീട് അവരെല്ലാവരും കൂടി ഗൗരിയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായി പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഗൗരിയുടെ അച്ഛനാണെങ്കിൽ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് വിനോദിന്റെ പാരൻസിനോട് സംസാരിക്കുന്നത്. വിനോദിന്റെ പാരൻസും ഒട്ടും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം നമ്മൾ കാനഡയിലേക്ക് പോവാനാണ് പ്ലാൻ എന്ന് വിനോദ് പറഞ്ഞതും അവളുടെ അച്ഛനാണെങ്കിൽ അതൊന്നും നടക്കാൻ പോണില്ല, ദുബായിൽ നിന്റെ ജോലി പോയതുപോലെ കാനഡയിൽ നിന്ന് നിന്നെ ആരെങ്കിലും പറഞ്ഞു വിട്ടാലോ എന്ന് പറയുകയും അപ്പോഴാണ് അവന്റെ വീട്ടുകാർ പോലും അവന്റെ ജോലി പോയ കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ച് നാണം കെട്ട് അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ നേരം ഗൗരി ആണെങ്കിൽ ഞാൻ വിനോദിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി വീട്ടുകാരുടെ സമ്മതം കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ വിനോദ് രഹസ്യമായി രജിസ്റ്റർ മാരേജ് ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ പപ്പേട്ടനെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. എന്നാൽ അവിടെയുള്ള ഒരു ലേഡി ഓഫീസർ പപ്പേട്ടനെ തന്നെ തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം വിനോദ് ആണെങ്കിൽ നോട്ടീസ് ബോർഡിൽ അവരെ ഫോട്ടോ ഒട്ടിച്ചു വെക്കുന്ന മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഓഫീസർക്ക് കൈക്കൂലി കൊടുത്ത് ആ ഫോട്ടോ മാറ്റാനായി നോക്കുന്ന സമയത്ത് ആ ലേഡി ഓഫീസർ അത് കാണുകയും അത് വീണ്ടും അവിടെ തന്നെ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിനോദ് ആ ഓഫീസറെ കണ്ട് ആ ഫോട്ടോ ഒന്ന് മാറ്റിത്തരാമോ എന്ന് അപേക്ഷിക്കുകയാണ്. എന്നാൽ ആ ഓഫീസർ ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഇതെല്ലാം കേട്ട് നിന്ന പപ്പനാണെങ്കിൽ തനിക്കത് ചെയ്തു കൊടുത്തൂടെ എന്ന് അവളോട് ചോദിക്കുകയാണ്. അത് കേട്ട ആ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളല്ലേ എല്ലാ പെൺകുട്ടികളെയും പെണ്ണ് കാണാൻ പോയി പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നടക്കുന്ന സൽമാൻ ഖാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൾ എന്തിനാണ് തന്നെ തറപ്പിച്ചു നോക്കിയതെന്നുള്ള കാര്യം പപ്പന് പിടികിട്ടിയത്. എന്നാൽ അവനായിരുന്നില്ല അതൊന്നും ചെയ്തിരുന്നത്, അവന്റെ അമ്മയായിരുന്നു. അവന്റെ അമ്മ ആളൊരു അഹങ്കാരിയായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാതെ എല്ലാ പെൺകുട്ടികളെയും കുറ്റം പറഞ്ഞ് നടക്കുമായിരുന്നു. ഈ കാര്യം വിനോദ് ലിസിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഇതേ നേരം വിനോദിന് വീട്ടുപണിക്ക് കുറെ പണം ആവശ്യം വന്നതുകൊണ്ട് തന്നെ ആകെ ടെൻഷനായി നിൽക്കുന്നത് കണ്ട് ഗൗരി അവളുടെ അമ്മയുടെ കുറച്ച് സ്വർണം എടുത്ത് പണയം വെക്കാനായി കൊടുക്കുകയും 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു തരണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തു പ്രശ്നം വന്നാലും നമ്മൾ കാനഡയിലേക്ക് പോകാനായി മാറ്റിവെച്ച പണം മാത്രം വലിക്കരുതെന്ന് കൂടി അവൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമാധാനമായി വിനോദ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു പ്രശ്നം നടക്കുന്നത്. വീടുപണിയുടെ പ്രശ്നം കാരണം വാർപ്പ് പൊളിഞ്ഞു വീഴുകയും ഒരു പണിക്കാരന് അപകടം പറ്റി ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. അങ്ങനെ അവൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം അവന് നഷ്ടമായി. വലിയ നഷ്ടം വന്നതുകൊണ്ട് തന്നെ വിനോദിന് ഗൗരിയുടെ അമ്മയുടെ സ്വർണം എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ അമ്മയുടെ വിഷമം കാണാൻ പറ്റില്ലെന്ന് കരുതി അവൻ വീട് പണി നിർത്തിവെക്കാനും തയ്യാറായിരുന്നില്ല. അങ്ങനെ വിനോദ് വീണ്ടും അവന്റെ കല്യാണത്തിന്റെ ആവശ്യത്തിനായി ആ ലേഡി ഓഫീസറെ കാണാനായി പോവുകയും വീണ്ടും കുറെ അപേക്ഷിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട പപ്പേട്ടനാണെങ്കിൽ ദേഷ്യം വന്ന് അവരോട് ചൂടാവുകയും
എന്നാൽ വിനോദാണെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പപ്പേട്ടനോട് സോറി പറയാനായി ലിസിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ എത്തി പപ്പൻ മനസ്സില്ലാ മനസ്സോടെ അവളോട് സോറി പറയുന്ന സമയത്താണ് ലിസിയും വളരെ സ്നേഹത്തോടെ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും ലിസിയുടെ സഹായത്തോടെ ആ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഫോട്ടോ അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം പപ്പൻ ലിസിയോട് അവന്റെ ഇഷ്ടം തുറന്നു പറയുകയും അവളും അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ നേരമാണെങ്കിൽ ഗൗരിയുടെ വീട്ടിൽ സ്വർണം കാണാത്തതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ജോലിക്കാരിയെ വഴക്കു പറയുകയാണ്. ഇത് കണ്ട് ടെൻഷനായ ഗൗരി വിനോദിനെ വിളിച്ച് കാര്യം പറയുകയും അവൻ എങ്ങനെയൊക്കെയോ കുറച്ച് പണം അറേഞ്ച് ചെയ്ത് അവൾക്ക് കൊടുക്കാനായി പോവുകയും ചെയ്തു. രണ്ടുപേരും ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവളുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്നായിരുന്നു മീറ്റ് ചെയ്യാറ്. അവിടെ എത്തി പണം കൊടുക്കുന്ന സമയത്ത് അവൾ എവിടെ നിന്നാണ് പണം അറേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ വിനോദിന് കഴിഞ്ഞിരുന്നില്ല. അവരെ ഒന്നിച്ച് കണ്ടതും അവളുടെ അച്ഛനാണെങ്കിൽ ദേഷ്യം വന്ന് വിനോദിനെ അടിക്കാനായി ശ്രമിക്കുകയും വിനോദ് അവളുടെ അച്ഛനെ പിടിച്ച് തള്ളിയിടുകയും ചെയ്തു. എന്നാൽ ഇത് ഗൗരിക്ക് തീരെ ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ അവനോട് നല്ല ദേഷ്യപ്പെട്ട് അച്ഛന്റെ കൂടെ ഉള്ളിലേക്ക് പോയി. എന്നാൽ അച്ഛനാണെങ്കിൽ അവളോടുള്ള ദേഷ്യം കൊണ്ട് അവളുടെ ഫോൺ ചാടി പൊട്ടിച്ചു. ഗൗരിയുടെ അച്ഛനായിരുന്നു ആ ഫ്ലാറ്റിലെ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ വിനോദിനെയും അവന്റെ ഫാമിലിയെയും ആ ഫ്ലാറ്റിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വിനോദും ഫാമിലിയും ആ വീട് വിട്ടിറങ്ങി വേറൊരു വീട്ടിലേക്ക് താമസം മാറി. ആ കാഴ്ച വളരെ സങ്കടത്തോടെ ഗൗരി നോക്കി നിൽക്കുകയാണ്. ശേഷം ഗൗരി പപ്പേട്ടന്റെ അടുത്തേക്ക് പോയി പപ്പേട്ടന്റെ ഒരു പഴയ ഫോണ് വാങ്ങി അതിൽ വിനോദിനെ വിളിച്ചു. അവനാണെങ്കിൽ അച്ഛനെ തള്ളിയിട്ടതിന് അവളോട് കുറെ സോറി പറയുകയാണ്. അങ്ങനെ വരുന്ന വ്യാഴാഴ്ച അവർ രജിസ്റ്റർ മാരേജ് ചെയ്യാനായി പ്ലാൻ ചെയ്തു. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ അവരെല്ലാവരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുകയും എന്നാൽ ഗൗരിയുടെ ഏജ് പ്രൂഫിന് ഡോക്യുമെന്റ്സ് എടുക്കാൻ മറന്നുപോയതിനാൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതേ നേരം വിനോദ് എടുത്ത ഫയലും മാറിപ്പോയിരുന്നു. അവനും അവന്റെ സുഹൃത്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഫയലും എടുത്ത് തിരിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് തന്നെ വരികയാണ്. എന്നാൽ ആ സമയത്താണ് അവന് വീടിന്റെ കുറച്ച് ആവശ്യത്തിന് ഓവർസിയറെ കാണേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വരാൻ ലേറ്റ് ആവുമെന്ന് കരുതി അവൻ ഓവർസിയറെ കാണാനായി പോവുകയാണ്. ഗൗരിയാണെങ്കിൽ ഇതേ സമയം അച്ഛന്റെ വണ്ടി വീട്ടിന് പുറത്ത് കണ്ടതിനാൽ നല്ല പേടിച്ചാണ് ഉള്ളിലേക്ക് കയറിയത്. എന്നാൽ അവളെ കണ്ടതും അച്ഛനാണെങ്കിൽ അവനെ കാണാൻ പോയതല്ലേ എന്ന് പറഞ്ഞ് അവളെ നല്ല പോലെ ചീത്ത പറയുകയാണ്. എവിടാന്ന് വെച്ചാ പോയിക്കോ. അവളെ ദുബായിൽ പറഞ്ഞു വിട്ടതിനും നോക്കിയതിനുമൊക്കെ അച്ഛൻ കണക്ക് പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിന്ന് ഗൗരിയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് മതിയായിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോയതെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനല്ലേ, നമുക്കിവിടെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്, അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതല്ല സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് നല്ലപോലെ ദേഷ്യപ്പെടുത്ത് ഡോക്യുമെന്റ്സും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശേഷം അവൾ അവിടെ നിന്ന് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തിയെങ്കിലും അവിടെ വിനോദ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രജിസ്റ്റർ ഓഫീസിലെ ടൈം കഴിയുകയും എന്നാൽ ലിസി ഇടപെട്ടത് കൊണ്ട് മാത്രം ഓഫീസർ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയും എന്നാൽ അവന്റെ ഈ സ്വഭാവം തീരെ ഇഷ്ടപ്പെടാത്ത ഗൗരി അവനോട് നല്ലപോലെ ദേഷ്യപ്പെടുകയാണ്. നിനക്ക് എപ്പോഴും നിന്റെ വീട് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, നിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ഞാനാണല്ലേ എന്നും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ഭ്രാന്തായി അവളോട് ദേഷ്യപ്പെടാനായി തുടങ്ങി. എന്തായാലും ഈ കാനഡ പ്ലാനൊന്നും ഇപ്പൊ നടക്കാൻ പോവില്ലെന്നും അതിനു വെച്ച പണം എടുത്താണ് ഞാൻ നിന്റെ അമ്മയുടെ ഗോൾഡ് എടുത്തു തന്നതെന്ന് അവൻ പറഞ്ഞതും അത് കേട്ട് ഗൗരിക്ക് ആകെ സങ്കടമായി. എന്ത് പ്രശ്നം വന്നാലും കാനഡയ്ക്ക് പോവാനായുള്ള പണം മാറ്റിവെച്ചത് മറിക്കരുതെന്ന് അവൾ മുന്നേ പറഞ്ഞിരുന്നു. അവന്റെ ഈ ഉത്തരവാദിത്വമില്ലാത്ത സ്വഭാവം കണ്ട് അവൾക്കാകെ ദേഷ്യം വന്ന് അവിടെ നിന്നും പോവുകയാണ്. അവിടെ സീൻ കട്ടായി. ശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ പപ്പനും ലിസിയും കൂടി രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. അവിടെ സീൻ കട്ടായി. ശേഷം വിനോദ് വളരെ സങ്കടത്തോടെ ഗൗരിയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു. അവിടെയാണെങ്കിൽ പപ്പേട്ടനാണെങ്കിൽ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ സുന്ദരനായി വരികയാണ്. അങ്ങനെ അവരുടെ കല്യാണവും നടന്നു. അവിടെ സീൻ കട്ടായി. ശേഷം കാണിക്കുന്നത് ഗൗരിയാണ്. അവളിപ്പോൾ ദുബായിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവൾ ഒരു സ്ഥലത്ത് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് വിനോദ് അവളുടെ അടുത്തേക്ക് വരുന്നത്. ശേഷം എല്ലാ തെറ്റും എന്റേതാണെന്ന് പറഞ്ഞ് അവൻ അവളോട് ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ ഗൗരി ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവനോട് ബായ് പറഞ്ഞ് ബസ്സിലേക്ക് കയറിപ്പോയി. വിനോദും അവളുടെ പുറകെ കയറി അവളുടെ ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുകയാണ്. ശേഷം ഫോൺ എടുത്ത് ഇതാണ് എൻ്റെ പുതിയ വീടിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് അവൾക്ക് വീടിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ അത് നോക്കി ജോലിയുടെ കാര്യം എന്തായി എന്ന് അവൻ ചോദിക്കുകയാണ്. ദുബായിൽ നിന്നും നല്ലൊരു ഓഫർ വന്നിട്ടുണ്ടെന്നും പക്ഷേ തന്നോട് കൂടി ആലോചിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ അതൊക്കെ കേട്ടിട്ടും ഗൗരി മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വിനോദാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ നല്ലൊരു രസകരമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ലേ, അതെനിക്ക് മിസ് ചെയ്യുന്നു എന്നും നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നും പറയുകയാണ്.
അതിനും ഗൗരി മറുപടിയൊന്നും പറയാതെ അവസാനം അവന് നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയാണ്. ആ കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കഥ എല്ലാവരും വളരെ രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.